വേമ്പുലിയെ തറ പറ്റിക്കാനുള്ള അഭ്യാസമൊക്കെ നിന്റെ കയ്യിലുണ്ടാവും. പക്ഷെ റോസിനെ അങ്ങനെ വീഴ്ത്താൻ പറ്റില്ല. എന്റെ ഇത്രയും കാലത്തെ ബോക്സിംഗ് പരിചയം വെച്ച് നോക്കുമ്പോൾ റോസിന്റെ സ്റ്റെപ്പ് പോലെ വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. ഡാൻസിന്റെ ചുവടുകളാണ് അവൻ വെക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഡാൻസിങ് റോസ് എന്ന് വിളിക്കുന്നത്. ആർത്ത് വിളിക്കുന്ന ജനങ്ങൾക്ക് അവനൊരു ഹരം തന്നെയായി മാറും. ജനത്തിനെ കയ്യിലെടുക്കാനുള്ള എല്ലാ വിദ്യ അവനിലുണ്ട്. ബോക്സിങ്ങിന് കൈ എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ കാലും പ്രധാനമാണ്. എങ്കിലേ ബോക്സിംഗ് പൂർണ്ണതയിലെത്തൂ. ചുവടുകൾ ശരിയല്ലെങ്കിൽ അടി പതറുമെന്ന് ഉറപ്പാ. എടുത്തതും ചറപറാന്നിടിക്കരുത്. അതൊന്നുമല്ല ബോക്സിങ്ങിന്റെ രീതി. അങ്ങനെ ഇതാണ് ബോക്സിങ്. ഇവൻ ഒരു ദിവസം മുഴുവൻ ഓടിച്ചാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ തോന്നുന്നു. ചുമ്മാ കാള കളിച്ച് നടക്കരുത്. നല്ല ആഹാരം കഴിക്കണം. ബീഡിയും ചാരായം. അവൻ കാല് വെച്ച് പല അടവും കാണിച്ച് ശ്രദ്ധ മാറ്റാൻ നോക്കും. നീ അതൊന്നും ശ്രദ്ധിക്കരുത്. നിന്നടിക്കണം. ശരീരം നല്ല ലൂസാക്കി റിങ്ങിൽ പറന്ന് നിൽക്കണം. എന്നിട്ട് മുഖത്ത് തന്നെ ഇടിക്കണം. മുഹമ്മദിന്റെ വാക്കുകളത് മനസ്സിലായോ? ഇവ തകർക്കുമെന്നാ തോന്നുന്നത്. അന്നേ 2 റൗണ്ട് വാച പിടിച്ചല്ലോ. എങ്ങനെയുണ്ട് രാമ? കുഴപ്പമില്ല, വേദനയൊക്കെ മാറില്ലല്ലേ? നിനക്ക് അവസാനം വല്ല ആഗ്രഹമാണ് പറഞ്ഞിട്ട് റിങ്ങിലോട്ട് വാ. 2 റൗണ്ട്. റോസേ വേണ്ട. കണ്ടില്ലേ, ഒന്നുകിൽ രാമനായിരിക്കണമായിരുന്നു അല്ലെങ്കിൽ നീ ആയിരിക്കണമായിരുന്നു. അല്ലാതെ അവനാരാ? അവനെങ്ങനെ കയറുന്നത് കണ്ടോ? കൈ ഇറക്കാതെ. അങ്ങനെ ഷടേന്ന് കയറിപ്പോ. മനസ്സിലായോ? ചെല്ല്. നിക്ക്. എന്ത് പറ്റിയാ നിനക്ക്? നീ എന്താ പുറകോട്ട് പോന്നേ? നീ വിചാരിക്കുന്ന പോലെയല്ല അവൻ. പറഞ്ഞതെല്ലാം നല്ലപോലെ തലയെ കയറ്റ്. ബോധമില്ലാതെ ബോക്സിങ്ങിന് വന്നേക്കുന്നു. എടാ നീ വിഷമിക്കണ്ട. റോസ് എത്ര വലിയ ബോക്സർ ആയിക്കോട്ടെ, ഇത്രയും നല്ലൊരു അവസരം ആർക്കും അത്ര എളുപ്പം കിട്ടില്ല കപില. ഇത് നമ്മുടെ കളമാണ്. എതിരാളിയായിട്ട് വരുന്നവന്റെ കണ്ണ് തള്ളിപ്പിക്കണം. ഒന്നും നോക്കല്ല, നീ കയറി കസറിക്കോ കപില. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. സ്റ്റെപ്പ് വെച്ച് പുറകോട്ട് പോ. പുലി പോലെ പതുകണം. ഇങ്ങോട്ട് വാ. ആദ്യം മുകളിലിരിക്കുന്നത് താഴേക്ക് ഇറക്ക്. ബാക്കി പിന്നീട് ഇറക്കിയാ മതി. ഇത് നോക്ക്, 2 മത്സരം. റോസിനെ ഒതുക്കി ഞാൻ വേമ്പുലിയെ തോപ്പിച്ച ആശാന്റെ പന്തയത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. അതിനുശേഷം ഞാൻ മത്സരിക്കത്തേ ഇല്ല. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴൊരു വിഷമം. സുന്ദര കുട്ടനാടാ നീ. അതെ, നീ പോയി കളിച്ച് ജയിച്ചിട്ട് വാ. അമ്മയെ ഞാൻ ഒതുക്കി എടുത്തോളാം കുട്ടാ. അത് മതിയാവും. അഞ്ച് പകർ.